ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല കരിമുരുന്നുള്ള കുറച്ച് മുറുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കേരള സ്റ്റൈലിലുള്ള അതിനായിട്ട് ഒരു 125 ഗ്രാം ഉഴുന്നുപരിപ്പ് കുക്കറിൽ നല്ലതുപോലെ വെള്ളമൊഴിച്ച് വേവിച്ച് അരച്ചെടുത്തതാണിത്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 ഗ്ലാസ് അരിപ്പൊടിയാണ്, അതായത് 1/2 കിലോ അരിപ്പൊടി. ഉഴുന്നുപരിപ്പ് ഈ ഗ്ലാസിൻ്റെ ഏകദേശം ക്വാർട്ടർ പോർഷൻ, അതായത് 125 ഗ്രാമാണ് എടുത്തേക്കണത്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കറുത്ത എള്ളും ജീരകവുമാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ബട്ടർ ചക്ലിയാണ് വേണ്ടത് വെച്ചാൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാദാ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കണം. വെള്ളം എത്ര വേണമെന്ന് നന്നായി മിക്സാക്കി നോക്കിയതിന് ശേഷം മാത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മുറുക്കിൻ്റെ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഉഴുന്നുപരിപ്പ് അരച്ച ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതാണ് ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത്. കുറച്ചായി നോക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം അധികമാവാൻ പാടില്ല. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിനുള്ള വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. കുറച്ചായി വെള്ളം ചേർത്ത് കൊടുക്കണം. ഉഴുന്നുപരിപ്പിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായാൽ മാത്രമേ നമ്മുടെ മുറുക്ക് റെഡിയായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് എളുപ്പം എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആവും, അല്ലെങ്കിൽ ഹാർഡാവും. അതുകൊണ്ട് ഈ മെഷർമെൻറ്റ് പ്രത്യേകം നോക്കണം. ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണ് ഈ അരിപ്പൊടിയും ഉഴുന്നുപരിപ്പും ചേർത്ത മുറുക്ക്. ഇപ്പം ഏകദേശം മുറുക്ക് ഉണ്ടാക്കാനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ആട്ടയ്ക്ക്. അപ്പോൾ നമുക്കിനി എണ്ണ തടവിയ സേവനാഴിയിൽ ഈ ആട്ടയിട്ട് മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഇതിനകത്ത് മുറുക്കിൻ്റെ തന്നെ 3 ഹോളുള്ള ഒരു ചില്ലുണ്ട്, അതിട്ടിട്ട് നേരിട്ട് എണ്ണയിലേക്ക് നമുക്കിങ്ങനെ പിഴിഞ്ഞൊഴിച്ചാൽ മതി. നല്ല ഷേപ്പിലൊക്കെ മുറുക്ക് നല്ല റൗണ്ടായി കിട്ടണമെങ്കിൽ ഇങ്ങനെ ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ എണ്ണയിലിട്ടാൽ മതി. ഇടയ്ക്ക് ഓരോന്ന് ഷേപ്പില്ലാതെ നമുക്ക് ആ ആട്ടയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുറുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഞാൻ ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ചൊന്നും ഉണ്ടാക്കി വയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ എണ്ണ ചൂടായി. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച മുറുക്കൊക്കെ ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പതുക്കെ സൂക്ഷിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം മുറുക്കും പൊട്ടിപ്പോവും. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനി മുറുക്കൊക്കെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗമൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് മുറുക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്ത ട്രിപ്പും കൂടെ നമുക്ക് എല്ലാ മുറുക്കും ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്. കുറച്ച് ബുദ്ധിമുട്ടണമെന്നുള്ളൂ ഉണ്ടാക്കാൻ.
അപ്പോൾ നമുക്ക് ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിലൊക്കെ നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് മെമ്പറൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് വേഗം ഇത് കുറച്ച് 2 ഗ്ലാസ് അരിപ്പൊടിക്ക് ഉണ്ടാക്കിയെടുത്താൽ കുറച്ച് ദിവസം കഴിക്കാനുള്ള മുറുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഓണത്തിന് എല്ലാവരും സ്നാക്സൊക്കെ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ നമ്മുടെ കറുമുറ എന്നുള്ള മുറുക്ക് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എന്തായാലും പ്രസ് ചെയ്യണം. താങ്ക്